മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ കഴിഞ്ഞ മത്സരത്തിൽ ഹാട്രിക് ഗോൾ സ്കോർ ചെയ്തു. കൃത്യം 3 വർഷത്തിന് ശേഷമാണ് യുണൈറ്റഡ് ഹാട്രിക് ഗോൾ സ്കോർ ചെയ്തത്. യുണൈറ്റഡിന്റെ ജേഴ്സി നമ്പർ 16 ആമഡ് ഡയലാണ് ഹാട്രിക് ഗോൾ സ്കോർ ചെയ്ത പ്ലെയർ. എന്നാൽ 3 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2022 മാർച്ച് 12 അങ്ങ് ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് ആ അവസാന ഹാട്രിക്. എങ്കിൽ യുണൈറ്റഡിന്റെ തട്ടകത്തിൽ വെച്ച് നടന്ന ആ മത്സരത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. 2022 മാർച്ച് 12 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വീസസ് ടോട്ടനാം. ടോട്ടനാം 3-4-2-1 ഫോർമേഷനിൽ ഹാരി കെയ്ൻ, സൺ, കുലൂസെസ്കി, സർജിയോ അതിശക്തമായ മുന്നേറ്റ നിര. ഡേവിസ്, ഡയർ, റൊമേറിയോ, ഹീഗോ ലോറിസ് അതിശക്തമായ പ്രതിരോധ നിരയും. യുണൈറ്റഡ് 4-2-3-1 ഫോർമേഷനിൽ യുണൈറ്റഡിന്റെ ഗോൾ വല സംരക്ഷിക്കാൻ ഡേവിഡ് ഡെഹ, ഡാലോട്ട്, വരാനെ, മഗ്വർ, അലക്സ് ടെല്ലിസ് എന്നിവർ ഡിഫൻസീവ് ലൈനിലും. റാഷ്ഫോർഡ്, പോഗ്ബ, സാൻജോ, റൊണാൾഡോ മുന്നേറ്റ നിരയിലും. റഫറിയുടെ വിസിലിൽ മത്സരം തുടങ്ങി. 12ാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യാനോയ്ക്ക് ഫ്രെഡിന്റെ പാസ് വരുന്നു. ബോക്സിന് പുറത്തു നിന്നായോണ്ട് ഒരുപക്ഷെ ടോട്ടനാം വിചാരിച്ചു കാണും അതൊരു പാസ് മാത്രമേ ആകത്തുള്ളൂ. എന്നാൽ ക്രിസ്ത്യാനോ ബോക്സിന് പുറത്തു നിന്ന് ഒരു ഷോട്ട് ടേക്ക് ചെയ്യുന്നു. ആൻഡ് അബ്സല്യൂട്ട് ഗൺ ഷോട്ട്. ഗോൾ വലയെ ലക്ഷ്യമിട്ടു. സ്കോർ ബോർഡിൽ 1-0. 35ാം മിനിറ്റിൽ ടോട്ടനാം കൗണ്ടർ അറ്റാക്ക് നടത്തി. ടോട്ടനാമിന്റെ പ്ലെയറായ ക്ലൂസസ്കിന്റെ ബോക്സിനകത്തേക്കുള്ള ഒരു ക്രോസ് ആയിരുന്നു. ക്രോസ് ഡിഫെൻഡ് ചെയ്യാൻ യുണൈറ്റഡിന്റെ ഡിഫൻഡറായ അലക്സ് ടെല്ലസ്. നിർഭാഗ്യവശാൽ അലക്സിന്റെ ഹാൻഡ് ബോൾ ആകുന്നു. തുടർന്ന് യുണൈറ്റഡിന് പെനാൽറ്റി വഴങ്ങേണ്ടി വരുന്നു. ടോട്ടനാമിന്റെ മുന്നേറ്റ നിരക്കാരനായ ഹാരി കെയ്ൻ പെനാൽറ്റി ടേക്ക് ചെയ്യുന്നു. ഹാരി കെയ്ൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പെനാൽറ്റി സ്കോർ ചെയ്യുന്നു. സ്കോർ ബോർഡിൽ ഇപ്പോൾ 1-1. എന്നാൽ സർ അലക്സ് ഫെർഗൂസന്റെ യുണൈറ്റഡ് ഒട്ടും വിട്ടുകൊടുത്തില്ല. 2 മിനിറ്റിന് ശേഷം ജേഡൻ സാഞ്ചോ വഴി ഒരു കൗണ്ടർ അറ്റാക്ക്. ബോക്സിനകത്തേക്ക് റൊണാൾഡോ 1 ടച്ചിലൂടെ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. സ്കോർ ബോർഡിൽ 2-1. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം റഫറിയുടെ വിസിലിൽ ആദ്യ പകുതി അവസാനിച്ചിരിക്കുന്നു. രണ്ടാം പകുതിയുടെ ആരംഭഘട്ടത്തിൽ ഇരു ടീമുകളും ഒന്നിലേറെ ചാൻസസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. നിർഭാഗ്യവശാൽ ഒന്നും ഗോൾ വല കടക്കുന്നില്ല. എന്നാൽ യുണൈറ്റഡിനെ നിർഭാഗ്യം വേട്ടയാടിയിരുന്നു. 72ാമത്തെ മിനിറ്റിൽ ഹാരി മഗ്വയറിന്റെ ഡിഫ്ലക്ഷൻ കാരണം യുണൈറ്റഡ് ഓൺ ഗോൾ വഴങ്ങുന്നു. 72ാം മിനിറ്റിൽ ടോട്ടനാം നടത്തിയ ഒരു കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു സണ്ണിൽ നിന്ന് സർജിയിലേക്ക്. സർജിയുടെ ക്രോസ് ആയിരുന്നു ഹാരി മഗ്വയറിന്റെ ഓൺ ഗോളിന് കാരണമായത്. സ്കോർ ബോർഡിൽ വീണ്ടും ഡ്രോ ആയിരിക്കുന്നു. യുണൈറ്റഡ് ആരാധകരെല്ലാം നിരാശയിലേക്ക് മാറിയിരിക്കുന്നു. കാരണം തുടരെയുള്ള നിർഭാഗ്യം അവരെ വിട്ടുമാറുന്നില്ല. ആദ്യം അലക്സിന്റെ ഹാൻഡ് ബോൾ, ഇപ്പോൾ ഇതാ ഹാരി മഗ്വയറിന്റെ ഓൺ ഗോളും. ഹാരി മഗ്വയറിന്റെ ഓൺ ഗോളിൽ യുണൈറ്റഡിന്റെ പ്ലേയേഴ്സ് എല്ലാം അതീവ സമ്മർദ്ദത്തിലേക്ക് പോയിരിക്കുന്നു. ആ ചെകുത്താന്റെ തട്ടകത്തിൽ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ഹെൽപ്പുള്ള ഒരു മനുഷ്യൻ. തന്റെ ഇരയ്ക്കായി അദ്ദേഹം കാത്തു നിന്നിരുന്നു. ഒടുവിൽ ആ സമയം വന്നെത്തി. അതെ, യുണൈറ്റഡിന്റെ കൗണ്ടർ അറ്റാക്ക്. എന്നാൽ ആ കൗണ്ടർ അറ്റാക്ക് ചെന്ന് അവസാനിക്കുന്നത് ഒരു കോർണർ കിക്കിലും. ആ കോർണർ കിക്ക് ടേക്ക് ചെയ്യുമെന്നത് യുണൈറ്റഡിന്റെ ആദ്യ ഗോൾ വഴങ്ങാൻ കാരണമായ അലക്സ് ടെല്ലസ്. അലക്സ് തന്റെ കിക്ക് എടുക്കുന്നു നേരെ ബോക്സിനകത്തേക്ക്. തന്റെ ഇരയെ കണ്ട ക്രിസ്ത്യാനോ നേരെ ബോക്സിനകത്തേക്ക് ഓടിയെടുക്കുന്നു. ക്രിസ്ത്യാനോ ബോക്സിനകത്ത് നിന്ന് ചാടി പന്തിനെ ടച്ച് ചെയ്യുന്നു. ആൻഡ് ഇറ്റ്സ് ആൻ ഹെഡർ ഗോൾ. സ്കോർ ബോർഡിൽ യുണൈറ്റഡ് മുന്നിലെത്തിയിരിക്കുന്നു. 3-2 എന്ന സ്കോർ ബോർഡ്. അങ്ങനെ ആ മത്സരം കഴിയാൻ വെറും 8 മിനിറ്റും ആഡ് ഓൺ ടൈമും. ടോട്ടനാം ഒരുപാടധികം ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നാൽ ഒന്നും ഗോൾ വല കടക്കുന്നില്ല. അങ്ങനെ റഫറിയുടെ വിസിലിൽ 90 മിനിറ്റും പിന്നിട്ട് മത്സരം അവസാനിച്ചിരിക്കുന്നു. യുണൈറ്റഡ് തന്റെ തട്ടകത്തിൽ വെച്ച് ആ വിജയം ഉറപ്പാക്കി. 36ാമത്തെ വയസ്സിൽ ഏതൊരു പ്ലെയറും തന്റെ കരിയറിന്റെ ഒരു എൻഡിങ് സ്റ്റേജിലേക്കാണ്, അതല്ലെങ്കിൽ റിട്ടയർമെന്റിന്റെ കാലയളവിലേക്ക്. ആ ടൈമിൽ ഒന്നെങ്കിൽ റിട്ടയർ ചെയ്യും, അതല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പറ്റീഷൻ കുറഞ്ഞ ചെറിയ ലീഗിൽ സൈൻ ചെയ്യും. ക്രിസ്ത്യാനോയെ നോക്കുവാണെങ്കിൽ 36ാമത്തെ വയസ്സിൽ താൻ കയറുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ നടന്ന പ്രീമിയർ ലീഗിലേക്കായിരുന്നു. ഇവിടെയാണ് ക്രിസ്ത്യാനോയെ വ്യത്യസ്തനാക്കുന്നത്. 36ാമത്തെ വയസ്സിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ നടന്ന പ്രീമിയർ ലീഗിലാണ് അദ്ദേഹം സൈൻ ചെയ്യുന്നത്. എന്നാൽ ക്രിസ്ത്യാനോയ്ക്ക് 36 വയസ്സും 20-കാരന്റെ ശരീരപ്രകൃതവുമാണ്. ക്രിസ്ത്യാനോ തന്റെ വയസ്സ് കൂടുമ്പോഴല്ല ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നത്, മറിച്ച് തന്റെ മനസ്സ് മതിയെന്ന് പറയുമ്പോഴാണ്. ഫുട്ബോൾ ലോകത്ത് ക്രിസ്ത്യാനോയുടെ മൈൻഡ് സെറ്റും ഡിസിപ്ലിനുമുള്ള മറ്റൊരു പ്ലെയർ ഇതുവരെ ഉണ്ടായിട്ടില്ല. വൺ ആൻഡ് ഓൺലി മാൻ. പ്രായം കൂടുന്തോറും വീര്യം കൂടും. உங்ககிட்ட பயந்த மாதிரி, டாக்டர் கிட்ட பேஷண்ட் மாதிரி, இப்படி ரோடு மாதிரி இனிமே எனக்கு 3 முகம் இல்லை, ஒரே முகம்தான். சூப்பர் ஸ்டார்டா தலைவர் நிரந்தரம்.
टाइगर का हुक्म।